ഹായ്, എല്ലാവർക്കും ടെക്ട്രോണിക്സ് സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്ന ഒരു പാർട്ടിനെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും വലിയ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഒരുപാട് ഫയലുകൾ അല്ലെങ്കിൽ ഡേറ്റ സൂക്ഷിച്ചു വെക്കാനും ആവശ്യാനുസരണം നമുക്കതെടുത്ത് തരുവാനും കഴിയുക എന്നുള്ളതാണ്. അപ്പം അതെവിടെയാണ് നമുക്ക് ആ ഡേറ്റാസ് സേവ് ആകുന്നത്? കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്ന പാർട്ടാണ് ഈ കാണുന്നത്. ഇതിലേക്കാണ് നമ്മൾ എല്ലാ ഡേറ്റകളും സേവ് ചെയ്ത് വെക്കുന്നത്. ഇനി അതെങ്ങനെ സേവ് ആകുന്നു, ഏതൊക്കെ തരത്തിലുള്ള ഹാർഡ് ഡിസ്കുകളുണ്ട് എന്ന് നമുക്ക് പരിചയപ്പെടാം. ലാപ്ടോപ്പുകളിൽ കണ്ടുവരുന്ന ഒരെണ്ണം സാറ്റ ഡിസ്കാണിത്. പുതിയ ലാപ്ടോപ്പുകളിൽ ഡിസ്കുകൾക്ക് പകരം SSD സ്റ്റോറേജ് ഡിവൈസുകളാണ് ഉപയോഗിക്കുന്നത്. ഇവയ്ക്ക് കൂടുതൽ വേഗതയുണ്ടാകും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം മുതൽ എല്ലാ ഫയലുകളും ഈ ഡിവൈസിലാണ് സൂക്ഷിച്ചു വെക്കുന്നത്. വലിയ കമ്പ്യൂട്ടറുകൾ ഇതുപോലുള്ള വലിയ ഹാർഡ് ഡിസ്കുകളാണ് കണ്ടുവരുന്നത്. ഇത് മറ്റൊരു തരത്തിലുള്ള ഒരു സാറ്റ ഹാർഡ് ഡിസ്കാണ്. ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്നതിനേക്കാളും വലിപ്പം ഇതിന് വളരെ കൂടുതലായിരിക്കും. വലിയ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ചിരുന്ന മറ്റൊരു തരം ഹാർഡ് ഡിസ്കാണിത്. ഇതിൻ്റെ കണക്ടർ വ്യത്യാസമുണ്ട്. ഇതിനെ IDE കണക്ടർ എന്നാണ് പറയുന്നത്. IDE കണക്ടറാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. IDE സോക്കറ്റാണ് കാണുന്നത്. അതിപ്പോൾ നിലവിലില്ല. ഇപ്പോൾ നമ്മൾ കൂടുതൽ സാറ്റ ഹാർഡ് ഡിസ്കുകളാണ് ഉപയോഗിക്കുന്നത്. IDE കണക്ടറുകൾ മാസ്റ്റർ സ്ലേവ് കോൺഫിഗറേഷൻസ് ഒക്കെ ചെയ്യേണ്ടിയിരുന്നു. അതിൻ്റെ സോക്കറ്റാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ പവർ സോക്കറ്റ്, ഡാറ്റ സോക്കറ്റ് എല്ലാം വ്യത്യസ്തമായിരുന്നു. IDE ഹാർഡ് ഡിസ്കുകളിൽ പൊതുവെ മാസ്റ്റർ സ്ലേവ് കോൺഫിഗറേഷൻസ് ഉണ്ടായിരുന്നു. ആ മാസ്റ്റർ സ്ലേവ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം കിടക്കുന്ന ഹാർഡ് ഡിസ്കുകൾ എപ്പോഴും മാസ്റ്ററായിട്ട് തന്നെ കണക്ട് ചെയ്യണമായിരുന്നു. രണ്ടാമത് അഡീഷണലായിട്ട് വരുന്ന ഹാർഡ് ഡിസ്കുകൾ ആണ് നമ്മൾ സ്ലേവായിട്ട് കണക്ട് ചെയ്തിട്ട് അതിനുള്ള കോൺഫിഗറേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിലുള്ള കണക്ടറിനോട് ചേർന്നുള്ള ആ ജമ്പർ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ കോൺഫിഗറേഷൻ സെലക്ട് ചെയ്യുന്നത്. ഒരു സാറ്റയും ഒരു IDEയും ഹാർഡ് ഡിസ്കുകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. സാറ്റ ഹാർഡ് ഡിസ്കിൻ്റെ പവർ സോക്കറ്റാണിത്. IDE ഹാർഡ് ഡിസ്കിൻ്റെ പവർ സോക്കറ്റാണ് ഈ കാണുന്നത്. സാറ്റ ഹാർഡ് ഡിസ്കിൻ്റെ സാറ്റ കേബിൾ, ഡാറ്റ കേബിൾ കണക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. IDE കേബിളിൻ്റെ ഡാറ്റ കേബിൾ കണക്ട് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇതൊരു IDE കേബിളാണ്. മാസ്റ്റർ സ്ലേവ് ഡിവൈസുകൾ കണക്ട് ചെയ്യാനുള്ള സോക്കറ്റാണ് ഈ കാണുന്നത്. ഇതൊരു സാറ്റ കേബിളാണ്. സാറ്റയുടെ ഡാറ്റ ട്രാൻസ്ഫർ കേബിളാണിത്. സെർവറുകളിലും മറ്റും യൂസ് ചെയ്യുന്ന SAS ടൈപ്പ് ഒരു കണക്ടറാണിത്. ഇത് ഹോട്ട് സ്വാപ്പബിളാണ്. അതായത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കിത് റിമൂവ് ചെയ്തിട്ട് ഡിഫക്റ്റീവ് ആണെങ്കിൽ മറ്റു ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിലാണ് പൊതുവെ റൈഡ് കോൺഫിഗറേഷൻ, അങ്ങനെ പല കോൺഫിഗറേഷൻസ് വരാറുണ്ട്. ഇതൊരു SAS ടൈപ്പ് ഹാർഡ് ഡിസ്കാണ്. ഈ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് അത് ഹാർഡ് ഡിസ്ക് നമുക്കൊരു സെർവറിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇത് പുറകിട്ട് വലിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ച് ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്ത ശേഷം നമ്മൾ ഈ ലോക്ക് പ്രസ് ചെയ്യണം. ഹാർഡ് ഡിസ്കിൻ്റെ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള 2 LED ഇൻഡിക്കേറ്ററുകളാണത്. പൊതുവെ ഹാർഡ് ഡിസ്ക് ഡിഫക്റ്റീവ് ആണെങ്കിൽ റെഡ് കളറിലുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഒരു ഹാർഡ് ഡിസ്ക് ഒന്ന് അഴിച്ച് കണ്ടാലും, ഒരു ഹാർഡ് ഡിസ്ക് അഴിച്ച് അതിനകത്ത് എങ്ങനെയൊക്കെയാണ് ഡേറ്റ സേവ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ കാണുന്നതാണ് ഹാർഡ് ഡിസ്കിൻ്റെ ഉൾഭാഗം. ഇതാണ് ഹെഡ് യൂണിറ്റ്. ഹെഡിൻ്റെ പാർട്ടാണ് ഈ കാണുന്നത്. നടുക്ക് ഒരു മിറർ പോലെ കാണുന്നതിന് പ്ലേറ്റർ എന്ന് പറയും. ഈ പ്ലേറ്റർ എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഡിവൈസാണ്. ഇതിനകത്താണ് നമ്മുടെ ഈ ഡേറ്റ എല്ലാം സേവ് ആയിരിക്കുന്നത്. ഈ പ്ലേറ്ററും ഹെഡ് യൂണിറ്റും അതിവേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടുകളാണ്. അതുകൊണ്ട് തന്നെ കാലക്രമേണ ഇതിൻ്റെ വേഗതയിൽ പ്രശ്നങ്ങളുണ്ടാവുകയും നമ്മുടെ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് വളരെ സ്ലോ ആവുകയും ചെയ്യും. നമ്മൾ ഈ കാണുന്ന മാഗ്നറ്റിക് മെക്കാനിസമാണ് ഹെഡിൻ്റെ മൂവ്മെൻറ്റ് സാധ്യമാക്കുന്നത്. കാലക്രമേണ ഈ മെക്കാനിസത്തിൻ്റെ എല്ലാം
വേഗതയിൽ ഗണ്യമായ കുറവുണ്ടാകുകയും അത് നമുക്ക് പിന്നീട് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ അല്ലെങ്കിൽ PC-യുടെ പെർഫോമൻസിനെ വളരെയധികം ബാധിക്കുകയും ചെയ്യും. നമ്മുടെ പഴയ പല ലാപ്ടോപ്പുകളും വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആ വേഗത പിന്നീട് നമുക്ക് ലഭിക്കാതെ വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇതായിരുന്നു. എന്നാൽ പിന്നീട് SSD ഹാർഡ് ഡിസ്കുകളുടെ വരവോടുകൂടി നമുക്ക് ഇങ്ങനെയുള്ളൊരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റി. അതായത് അതിനകത്ത് SSD ഹാർഡ് ഡിസ്കിനകത്ത് ഇതുപോലെയുള്ള മൂവബിൾ പാർട്ടുകൾ ഒന്നും ഇല്ലാത്ത കാരണം ഡാറ്റ ട്രാൻസ്ഫറിൻ്റെ വേഗത വളരെയധികം വർദ്ധിച്ചു. ഹാർഡ് ഡിസ്കിൻ്റെ ഈ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സർക്യൂട്ട് ബോർഡാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന്. പഴയ SATA ഹാർഡ് ഡിസ്കുകളിൽ മാസ്റ്റർ സ്ലേവ് എന്നിവ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചൂസ് ചെയ്യുന്ന ജമ്പറാണ് ഈ കാണുന്നത്. മാസ്റ്റർ സെറ്റപ്പിലാണ്, അത് മാസ്റ്റർ ഹാർഡ് ഡിസ്കിലാണ് എപ്പോഴും ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ലോഡ് ചെയ്യുന്നത്. ലാപ്ടോപ്പുകളിൽ യൂസ് ചെയ്തിരുന്ന ചെറിയ ഇനം ഹാർഡ് ഡിസ്ക്കാണ് ഈ കാണുന്നത്. ഇവയുടെ സൈസ് PC-കളിൽ ഉപയോഗിച്ചിരുന്ന ഹാർഡ് ഡിസ്കുകളെക്കാളും വളരെ ചെറുതായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം.